വെറോണിക്ക ബാർട്ടൽ കണ്ട നരകവും സ്വർഗവും. മരണത്തിന് പിന്നിൽ എന്താണ്? ഈ ലോകത്തെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? യുഗങ്ങളായി മനുഷ്യൻ ഉത്തരം തേടുന്ന ഈ ചോദ്യത്തിനു മുന്നിൽ ശാസ്ത്രം ഇന്നും നിശബ്ദമാണ്. എന്നാൽ മരണത്തിന്റെ വാതിൽ കടന്ന് അപ്പുറത്തെ ലോകത്തെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചുവന്നവരുണ്ട്. അത്തരത്തിൽ ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും വിചിത്രവും അതിശയിപ്പിക്കുന്നതുമായ ഒരു സത്യകഥയാണിത്. 1981 ഒരു മിന്നൽപ്പിണറിൽ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ ജർമ്മൻ യുവതി വെറോണിക്ക ബാർട്ടൽ. 15 മിനിറ്റോളം നിശ്ചലമായ ഹൃദയവുമായി മരണത്തിന്റെ താഴ്വരകളിൽ അവൾ കണ്ട കാഴ്ചകൾ. നരകത്തിലെ ഭീകരതയും സ്വർഗത്തിലെ പ്രകാശവും ഒരേപോലെ അനുഭവിച്ച വെറോണിക്കയുടെ ആ അവിശ്വസനീയമായ യാത്രയിലേക്ക് നമുക്ക് പോകാം. 1981 സെപ്റ്റംബർ മാസം, ജർമ്മനിയിലെ ഒരു മഴയുള്ള രാത്രി. വെറോണിക്ക ബാർട്ടൽ എന്ന യുവതി തന്റെ കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായി ആകാശത്തുനിന്ന് ഒരു വജ്രായുധം പോലെ ആ ഇടിമിന്നൽ അവളുടെ കാറിലേക്ക് പതിച്ചു. നിമിഷനേരം കൊണ്ട് എല്ലാം അവസാനിച്ചു. കാറിലെ ഇൻസ്ട്രുമെന്റ് പാനൽ ഉരുകിപ്പോയി. വെറോണിക്കയുടെ ഹൃദയം നിലച്ചു. വൈദ്യശാസ്ത്രം പറയുന്നത് അനുസരിച്ച് അവൾ അപ്പോൾ മരിച്ചു കഴിഞ്ഞു. ഏകദേശം 15 മിനിറ്റോളം അവൾ ക്ലിനിക്കിൽ മരണത്തിന് സാക്ഷിയായി. പിന്നീട് ഡോക്ടർമാർ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. എന്നാൽ അവൾക്ക് അനുഭവപ്പെട്ടത് മറ്റൊന്നാണ്. വെറോണിക്കയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു യാത്രയുടെ തുടക്കമായിരുന്നു. പെട്ടെന്ന് ഞാൻ എന്റെ ശരീരത്തിന് പുറത്തായി. എന്റെ ശരീരം കാറിനുള്ളിൽ കരിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഭയന്നു വിളിച്ചു, പക്ഷേ ആരും കേട്ടില്ല. പെട്ടെന്ന് ഒരു വലിയ തുരങ്കത്തിലൂടെ ഞാൻ അതിവേഗം വലിച്ചെടുക്കപ്പെട്ടു. വെറോണിക്കയുടെ അനുഭവം മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അവർ കണ്ടത് സമാധാനമുള്ള ഒരിടമായിരുന്നില്ല. ഈ 15 മിനിറ്റിനിടയിൽ താൻ നരകത്തിൽ പോയി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവരുടെ വിവരണമനുസരിച്ച് നരകം എന്നത് കേവലം തീ മാത്രമല്ല, അതിഭീകരമായ ഒരു പീഡനശാലയാണ്. നരകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ സഹിക്കാനാവാത്ത വിധം ചീഞ്ഞൊഴുകിയ മാംസത്തിന്റെയും ഗന്ധകത്തിന്റെയും നാറ്റമാണ് അനുഭവപ്പെട്ടതെന്ന് അവർ പറയുന്നു. ഈ മണം ഭൂമിയിലെ ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത അത്ര ഭീകരമായിരുന്നു. അവിടെ മനുഷ്യർ കഠിനമായി പീഡിപ്പിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. വർണ്ണിക്കാൻ പോലും ആവാത്ത അത്ര ഭീകരമായിരുന്നു ആ കാഴ്ചകൾ. ദൈവമേ എന്ന് ഞാൻ നിലവിളിച്ചുപോയി. മനുഷ്യരല്ലാത്ത ഭീകരരൂപികളായ ചില ജീവികൾ അവിടെ കാവൽ നിൽക്കുന്നത് അവർ കണ്ടു. പല വലിപ്പത്തിലുള്ള വികൃതമായ മുഖമുള്ള ഈ രൂപങ്ങൾ അവിടുത്തെ മനുഷ്യരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അവിടെയുള്ള